In a row of 52 persons, Pavan is on 23rd position from right hand and Sheena is on 15th position from the left hand. Find the mid persons between them. So, ഈ ക്വസ്റ്റനിൽ രണ്ട് പേരെ കുറിച്ചാണ് പറയുന്നത്. സോ രണ്ട് പേരെ കുറിച്ച് ഒരാളുടെ തന്നെ പൊസിഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് പറയുവാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1. ഓക്കെ, ആ ഒരു ഇക്വേഷൻ അല്ല, അത് കൺസെപ്റ്റ് അറിയാം. സോ അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരാളെ തന്നെ രണ്ട് വട്ടം നമ്മൾ ആഡ് ചെയ്യുന്നത് -1 ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടുപേരെ കുറിച്ച് പറയുന്ന കേസാണ്. സോ ഫസ്റ്റ് ഞാനൊരു കാര്യം പറയാം. നോക്കി, ഇതാണ് നമ്മൾ ആ പറയുന്ന സീറ്റിൻ്റെ ഒരു ഇത്. സോ 15ാമത്തെ പൊസിഷനിൽ, അതായത് അവിടെ നിന്നാ ഷീന ഈസ് ഓൺ 15% ഫ്രം ദ ലെഫ്റ്റ് റൈറ്റ്. സോ ലെഫ്റ്റിൽ നിന്നും 15ാമത്തെ പൊസിഷൻ ഇരിക്കുക. അവളുടെ പേര് ഷീന. ഓക്കെ, ഷീന. ഓക്കെ, ഇനി റൈറ്റിൽ നിന്നും 23ാമത്തെ പൊസിഷൻ ഇരിക്കുക പവൻ, പി എന്ന് എഴുതാം. ഓക്കെ, പവൻ. അപ്പോൾ ഇതൊരു കേസ്, ഇങ്ങനെ ഇരിക്കാം. അല്ലെങ്കിൽ അവർ തമ്മിൽ ഇത് ഇങ്ങനെ ഇരുന്നൂടെ, ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. ലെഫ്റ്റിൽ നിന്നും 15ാമത്തെ പൊസിഷനിൽ, ഇത് 15ാമത്തെ. സോ 15ാമത്തെ പൊസിഷൻ ഇരിക്കുകയാണ് ഷീന. റൈറ്റിൽ നിന്നും 23ാമത്തെ പൊസിഷൻ ഇരിക്കുകയാണ് പവൻ. സോ ഈ കേസ് ഉണ്ടല്ലോ, ഇത് രണ്ടും നമുക്ക് സംഭവിക്കാം. ഓക്കെ, ഇതിനെ നമ്മൾ ഈ കേസിന് നമ്മൾ വിളിക്കുന്നത് നമ്മൾ ഓവർലാപ്പിംഗ്. കണ്ടോ, ഓവർലാപ്പ് നടന്നുണ്ടോ? സോ ഇതിനെയാണ് നമ്മൾ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഓവർലാപ്പിംഗ് നടക്കുന്നു നടക്കുന്നില്ല, എങ്ങനെ മനസ്സിലാക്കാം? ഇപ്പോൾ നമുക്കിപ്പോൾ ഈ 15, 23 എന്ന് പറയുന്ന സംഖ്യകൾ എന്താ? 1, 2, 3, 4, 5 അങ്ങനെ പറയും. ഇവിടെ 15 പേരുണ്ട്, ഇവിടെ 1, 2, 3, 23 പേരുണ്ടെന്നാണ് അർത്ഥം. സോ ഇപ്പം ഒരു ലൈൻ എടുക്കുക, എന്നിട്ട് 52% ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ചിന്തിക്കുക, ഒരു ലൈൻ, ഇപ്പോൾ ചുമ്മാ ഒരു ലൈൻ വരയ്ക്കുക. സോ ഇതൊരു കസേര, ഇതൊരു കസേര, ഇതൊരു കസേര, ഇതൊരു കസേര, ഇതൊരു കസേര. അതായത് 52 എന്ന് പറയുന്നത് ഇപ്പോൾ 1, 2, 3, 4, 5, 6. സോ 6 പേഴ്സൺസ് ഉണ്ടെന്ന് വെച്ചാൽ 6 കസേര ഉണ്ടെന്ന രീതിക്ക് ആലോചിക്കുക. ഓക്കെ, 6 പേഴ്സൺസ് ഉണ്ടെങ്കിൽ 6 കസേര ഉണ്ട്. സോ ഈ കസേരയുടെ എണ്ണം ഒരിക്കലും മാറത്തില്ല, ഉറപ്പാണേ. അപ്പോൾ നമുക്കൊരു ടോട്ടൽ പേഴ്സൺസിൻ്റെ എണ്ണം ഇപ്പോൾ 6. അത് ഈ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും കൂടെ നമ്മൾ റാങ്കുകൾ കൂട്ടുമ്പം ടോട്ടലിനേക്കാൾ കുറവോ ടോട്ടലോ നിൽക്കുവാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല, അല്ലേ? നമുക്ക് 6 കസേരകൾ ഇട്ടിട്ടുണ്ട്, ഒന്നുമില്ല. നമ്മുടെ വീട്ടിലോട്ട് അതിഥികൾ വരുന്നു, നമ്മുടെ വീട്ടിൽ 6 കസേരകളുണ്ട്, അതായത് 6 പേഴ്സൺസ്, 6 കസേരയുണ്ട്. അപ്പോൾ 6 പേര് വന്നാലോ 6 കുറവ് ആൾക്കാരൊന്നും നമുക്ക് വിഷയമൊന്നുമില്ല. അത് തന്നെ ഇവിടെ 6 കസേരകളുണ്ട്. അതായത് ഇപ്പോൾ ഇത്രയും പറഞ്ഞോളൂ, നമ്മുടെ വീട്ടിലോട്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു 6 കസേര ഉള്ളതുപോലെ ചിന്തിക്കാം. കസേര, 6 കസേരയുള്ള വീട്ടിലോട്ട് 6 പേര് വന്നാലോ 6 കുറവ്, അതായത് 5, 4 അതിൽ കുറവ് വന്നാലും നോ പ്രോബ്ലം, ഒരു വിഷയം നമുക്കില്ല. ഓക്കെ, അതാണ് കേട്ടോ പറയുന്നത്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നമുക്ക് ക്വസ്റ്റിന് പറയുന്ന പൊസിഷൻസ് ആഡ് ചെയ്യുമ്പം ടോട്ടൽ പേഴ്സൺസ് അല്ലെങ്കിൽ ടോട്ടൽ കസേരയേക്കാൾ കുറവാണെങ്കിൽ നോ പ്രോബ്ലം എന്ന് വെച്ചാൽ ഓവർലാപ്പിംഗ് ഇല്ല. നമ്മുടെ പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഓവർലാപ്പിംഗ് ആണ്. ഓക്കെ, നോ പ്രോബ്ലം, അതായത് ഓവർലാപ്പിംഗ് ഇല്ല. അപ്പോൾ ടോട്ടലിനേക്കാൾ കൂടുതലാണെങ്കിലോ ഇപ്പം നമുക്ക് ഒരിക്കലും മടിയിലിരിക്കുന്ന ഒരു കേസൊന്നും ഉറപ്പായിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്നും കൂടെ ആഡ് ചെയ്തപ്പം ഒന്നുമില്ല. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ആഡ് ചെയ്യുമ്പോൾ തന്നെ ആലോചിക്കാം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ആഡ് ചെയ്തപ്പം നമ്മൾ ടോട്ടൽ പറയുന്ന ആൾക്കാരെക്കാൾ കൂടുന്നു. അതായത് ഇതിനകത്ത് അവർ തന്നെ പറയുന്നുണ്ട് 56, 52 പേരുണ്ടെന്ന്. അപ്പോൾ 52 പേരുണ്ടെന്ന് തന്നെ പറയുന്നു. എന്നിട്ട് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്നുള്ള ആൾക്കാരെ തമ്മിൽ കൂട്ടുകയാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്നുള്ള ആൾക്കാരെ കൂട്ടുമ്പോൾ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചാൽ കൂട്ടുന്നത്. ഇപ്പം 15, ഇപ്പം ഇവരിപ്പോൾ പറയുന്നു ഈ 52 മാറ്റി നമുക്ക് 20 തന്നെയെന്ന് വിചാരിക്കുക. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 38 കിട്ടും. അതായത് 38 നമുക്ക് കിട്ടും. 38 കിട്ടുമ്പോൾ ഓൾറെഡി 20 കസേരകളേ ഉള്ളൂ, 38 പേരുണ്ട്. അതൊരിക്കലും ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ തരത്തില്ല. അതായത് അവിടെ എന്തോ ഒരു ക്വസ്റ്റനിൽ ഒരു തെറ്റുണ്ട്. ക്വസ്റ്റനിൽ ഒരു തെറ്റുമില്ല, ഒരു ഉദ്ദേശിക്കുന്ന കേസ് ഇതാണ്. അപ്പോൾ ക്വസ്റ്റനിൽ തെറ്റുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വരുമ്പോഴേ നമ്മൾ വിചാരിക്കണം ദാറ്റ് ഈസ് ഓവർലാപ്പിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും ഈ കൺസെപ്റ്റേ നമ്മുടെ ചിന്തയിൽ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്നുള്ള ആൾക്കാരെണ്ണവും റൈറ്റിൽ നിന്നുള്ള ആൾക്കാരെണ്ണവും എണ്ണിയെടുക്കുമ്പോൾ മൊത്തത്തിലുള്ള കസേരകൾ അല്ലെങ്കിൽ എല്ലാവർക്കും ഇരിക്കാനുള്ള പൊസിഷൻസിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്തോ തെറ്റുണ്ട്, ദാറ്റ് ഈസ് ഓവർലാപ്പിംഗ് ഉണ്ട്. അതായത് 56 ഇപ്പം 20 കസേരകളെ ഉള്ളെങ്കിൽ 20 പേരെ അവിടെ ഉള്ളൂ. ഓക്കെ, നമ്മൾ എണ്ണിയപ്പോൾ തന്നെ 20 കൂടുതൽ വന്നു, ദാറ്റ് ഈസ് 38 വന്നു. അപ്പം തന്നെ ചിന്തിച്ചോളാം തെറ്റുണ്ട്, ദാറ്റ് ഈസ് ഓവർലാപ്പിംഗ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ഒരു പറഞ്ഞിരിക്കുന്നത് 15, 23. സോ 15, 23 കൂടെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. വെറുതെ 38 ആണ്. 38 എന്താണ്? 38 ഈ പറഞ്ഞ കസേരകളുടെ എണ്ണം, അതായത് 52നേക്കാൾ കുറവോ ഈക്വലോ ആയാൽ മതി. ഓക്കെ, ഇവിടെ കുറവാണ്. ഓക്കെ, കുറവ് ഈക്വൽ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ടോട്ടൽ കസേര ഇത് വന്ന ഗസ്റ്റ്. സോ ടോട്ടൽ കസേരയുടെ അളവും വന്ന ഗസ്റ്റിൻ്റെ അളവും ഈക്വലോ എന്ന ഗസ്റ്റിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന നോ പ്രോബ്ലം. അപ്പോൾ ഇത് എന്തൊരു കേസാണ്? ഈ ക്വസ്റ്റ്യൻ ഈസ് നോൺ ഓവർലാപ്പിംഗ് കേസാണ്. സോ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് ഞാൻ വരാം. ക്വസ്റ്റ്യൻ ആൻസർ എന്താ പറയുന്നത്? നമുക്ക് എത്ര മിഡിൽ എത്ര ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. മൊത്തത്തിൽ 56 ഉണ്ട്. 52 - 38 14 എന്നായിരിക്കും. മിഡ് പേഴ്സൺസ്, മിഡിൽ എത്ര പേരുണ്ട്? സോ ഇവിടെ 14 പേരുണ്ട്. ഓക്കെ, സോ റൈറ്റിൽ നിന്ന് 21ാമത് നിൽക്കുന്നു, എ റൈറ്റിൽ നിന്ന് 29ാമത് നിൽക്കുന്നു, ബി ലെഫ്റ്റിൽ നിന്നും 15ാമത് നിൽക്കുന്നു. ടോട്ടൽ 25 പേരുണ്ടെങ്കിൽ എക്കും ബിക്കും ഇടയ്ക്ക് എത്ര ആൾക്കാരുണ്ട്? സോ ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ കാര്യം ശ്രദ്ധിക്കുക. ഈ വരയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കസേരയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് അടുത്തടുത്ത കസേരകൾ വരും. നമുക്ക് ഈ ഒരു വരയെന്ന് പറഞ്ഞാൽ ഒരു കസേരയാണ്. സോ അവിടെ നിന്ന് കൗണ്ടിങ് തുടങ്ങുന്നതാണ്. അതായത് ഒരു വരയെ ഒരു കസേരയായിട്ട് എടുക്കുക എന്നുള്ളതല്ലോ, ചുമ്മാ പറഞ്ഞതാണ്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്കറിയാം കസേരകളുടെ എണ്ണം എത്ര? 26. സോ 25. എയിൽ നിന്നും റൈറ്റിൽ നിന്ന് 21, ലെഫ്റ്റിൽ നിന്ന് 15. സോ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം 36 കിട്ടും. 36 ഇതാണല്ലോ നമ്മുടെ കണ്ടീഷൻ. ഇവിടുത്തെ കിട്ടുന്ന സംഖ്യ ഈ സംഖ്യയേക്കാൾ ചെറുതോ അതോ ആയിരിക്കണം. സോ ഇതല്ല, ഇത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല.
സോ അതുകൊണ്ട് നമുക്ക് മനസ്സിലാകും ഇറ്റ് ഇസ് ആൻ ഓവർലാപ്പിംഗ് കേസ്. അതായത് ഇത്രയേ ഉള്ളൂ, കസേര 25 ഉള്ളൂ, 36 അതിഥികൾ വന്നു, സോ ഇരിക്കാൻ നഷ്ടപ്പെടുന്നു. സോ അതിനർത്ഥം എന്താണ്? ഓവർലാപ്പിംഗ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഓവർലാപ്പിംഗ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം കാര്യം തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ ക്വസ്റ്റ്യൻ അനുസരിച്ച് എ ഈസ് 21 ഫ്രം ദ ലെഫ്റ്റ്. സോ ലെഫ്റ്റ് ഈ പാർട്ട് ഇവിടെ നിന്നും എ 21 എ, ബി ലെഫ്റ്റിൽ നിന്നും 15 ആണ്, റൈറ്റ് ഇത് ലെഫ്റ്റ്, ബി ലെഫ്റ്റിൽ നിന്ന് ഇത് കസേരയാണ്. സോ ലെഫ്റ്റിൽ നിന്നും 15 ഇവിടെയാണ് ബി. സോ നമുക്ക് ഈ രണ്ട് പൊസിഷനും കൂടെ ആഡ് ചെയ്യാം. സോ 21 15, 21 എന്താ? ഇവിടെ നിന്ന് 1 2 3 4 5 6 21 വരും. സോ ഇവിടെ നിന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് 15. സോ 21 15 നമുക്ക് എത്ര കിട്ടും? 36 കിട്ടും. ഈ 36 എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പിള്ളേർ ഓക്കെ, കഥ ശ്രദ്ധിച്ചത് ഈ സെക്ഷനിലെ പിള്ളേർ ഈ എ ബി തൊട്ടുള്ളവരെ 2 വട്ടം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്രയും മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള കസേരകളുടെ എണ്ണം വന്നവരിൽ നിന്നും കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 11 കിട്ടി. അപ്പോൾ ഈ 11 25 കുറച്ചപ്പോൾ നമ്മൾ എന്തുകൂടെ ചെയ്തതെന്ന് വെച്ചാൽ ഈ പിള്ളേരെ കുറച്ചു. ഓക്കെ, ഇവരുടെ 2 സെക്ഷൻ. ഓക്കെ, അങ്ങനെയാണ്. സോ നമ്മൾ ഇതിന് 25 കുറയ്ക്കുന്ന സമയത്ത് ഒരു സെക്ഷനാണ് മൈനസ് ആയി പോയി. അതായത് 25 കുറയ്ക്കുമ്പോൾ ഇത് പോയി, ഇതിൽ ഒരു സെക്ഷൻ പോയി. അപ്പോൾ 11 കിട്ടി. അതായത് ഈ 11 എന്ന് പറഞ്ഞാൽ ഈ ഒരു കട്ടയാണ് നമുക്ക് 11 ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കട്ടയാണ് 11. അപ്പോൾ നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്നത് ബിറ്റ്വീൻ എ ആൻഡ് ബി. സോ എയും ബി ഉൾപ്പെടെയാണ് നമുക്ക് 11. അപ്പം ബിറ്റ്വീൻ എ ആൻഡ് ബി കണ്ടുപിടിക്കണമെങ്കിൽ 11 - 2 ചെയ്യാം, വിച്ച് ഇസ് 9. അപ്പം ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇവരെ തന്നെ കുറയ്ക്കുന്ന സമയം ഈ ഒരു സെക്ഷൻ 2 വട്ടം ഇതിനകത്ത് കിടപ്പുണ്ട്. 25 കുറയ്ക്കുമ്പോൾ മൊത്ത കസേരകളുടെ എണ്ണവും കുറഞ്ഞു പോയി. അതായത് മൊത്തത്തിലും പാർട്ട് പോയി. ഈ ഒരു കട്ടയാണ് നമുക്ക് ഈ 11 ആയിട്ട് കിട്ടുന്നത്. ആ 11 നിന്നും ബിറ്റ്വീൻ എ ആൻഡ് ബി, അപ്പം എയും ബിയും കുറയ്ക്കണമല്ലോ. സോ 2 കുറയ്ക്കുക. സോ അപ്പോൾ നമുക്ക് 9 കിട്ടും. ഒരു റോയിൽ ഉള്ള ഗരിമ 23 പൊസിഷൻ ഫ്രം ദ റൈറ്റ് ആണ്. ഓക്കെ, ദിവ്യ 18 ആണ്. സോ അപ്പം ടോട്ടൽ എത്ര പേരുണ്ടെന്നാണ് ചോദ്യം. സോ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നുകിൽ ഓവർലാപ്പ് ആവാം. നമുക്കറിയാം ഒരേ 2 കുട്ടികളുടെ കേസ് പറയുന്ന സമയത്ത് ഓവർലാപ്പ് ആകാതിരിക്കാം. സോ പക്ഷേ നമുക്ക് ഓവർലാപ്പ് അല്ലയോ എന്നറിയണമെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം വേണം. പക്ഷേ നമുക്കിവിടെ ടോട്ടൽ സ്റ്റുഡൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഒറ്റ ഉത്തരം വരത്തില്ല, ഉറപ്പായിട്ടും 2 ഉത്തരം വരും. സോ 2 ഉത്തരം ഉറപ്പാണ്. സോ അതിൻ്റെ ഉത്തരം ഉറപ്പായിട്ടും ഡിറ്റർമിൻഡ് ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും 2 സെറ്റ് ആയിരിക്കും ഉത്തരം. അത് 2 ഉത്തരം പോസിബിൾ ആണ് ഇതിന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓവർലാപ്പ് ആണെന്നുള്ള കണ്ടീഷൻ എടുത്ത് നോക്കാം. സോ ഓവർലാപ്പ് എന്നുള്ള കണ്ടീഷൻ അറിയാമല്ലോ. ഗരിമ ഇവിടെ നിന്നും 23ാമത്തെ പൊസിഷനിലാണ്, ഇവിടെ നിന്നും ദിവ്യ 18ാമത്തെ പൊസിഷനിലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു മൊത്തത്തിൽ 23 + 18 ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും? 41 കിട്ടും. 41 ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത്രയുള്ള പിള്ളേർ ഇതിനകത്തുള്ള ഇവരുടെ കട്ട 2 വട്ടം, അതാണല്ലോ അതിനർത്ഥം. അപ്പോൾ നമുക്ക് 41 നിന്നും ഈ ഒരു കട്ടയും കുറച്ചാൽ മതിയല്ലോ. സോ ഒരു കട്ട എത്ര? ഓൾറെഡി ഇവിടെ 5% ഉണ്ടെന്ന് ക്വസ്റ്റിന് പറയുന്നുണ്ട്. 5 6 7. സോ ഒരു കട്ടയും കുറയ്ക്കുക, 7 കുറയ്ക്കുക. സോ 34 ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ഇനി നമുക്ക് മറ്റേ നോൺ ഓവർലാപ്പിംഗ് നോക്കാം. ഗരിമ 23, മറ്റേ കൊച്ച് 18, 23. സോ ടോട്ടൽ അവർക്കിടയിൽ 5 പിള്ളേരും ഉണ്ട്. സോ ടോട്ടൽ കണ്ടുപിടിക്കാൻ 18 + 23 + അവർക്കിടയ്ക്കുള്ളവർ ഇതിലൂടെ കൂട്ടുമ്പോൾ 46 കിട്ടും. സോ ഇതിനകത്ത് ക്വസ്റ്റിനകത്തൊരു ഓപ്ഷൻ ഇങ്ങനെ 34,46 കിടന്നിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? അത് മാർക്ക് ചെയ്യായിരുന്നു. ഓക്കെ, സോ എപ്പോഴും മനസ്സിലാക്കുക, ഓവർലാപ്പിംഗ് വഴി കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഒരു മിനിമം വാല്യൂ ആയിരിക്കും, ഇതൊരു കുറഞ്ഞ വാല്യൂ ആയിരിക്കും. ഓക്കെ, അതേസമയം നമുക്ക് അല്ലാതെ വിത്തൗട്ട് ഓവർലാപ്പിംഗ് വഴി കിട്ടുന്ന കണ്ടോ ഒരു മാക്സിമം വാല്യൂ ആയിരിക്കും. സോ അതുകൊണ്ട് ഈ ക്വസ്റ്റിൽ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ ബ്രാക്കറ്റ് മിനിമം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് 34 ഉത്തരം. സോ ബ്രാക്കറ്റ് മാക്സിമം എന്ന് പറഞ്ഞാൽ 46 ആണ്. സോ എപ്പോഴും ഓർക്കുക മിനിമം വിച്ച് ഇസ് ഈക്വൽ ടു ഓവർലാപ്പിംഗ്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ 2 ടോട്ടൽ ഉണ്ട്, മിനിമം ടോട്ടൽ ഉണ്ട്, മാക്സിമം ടോട്ടൽ ഉണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റുകളൊക്കെ ഉറപ്പായിട്ട് മിനിമം ടോട്ടൽ കാണും, മാക്സിമം ടോട്ടലാണ്. ഇവിടുത്തെ കേസ് മിനിമം ടോട്ടൽ 34, മാക്സിമം ടോട്ടൽ എന്ന് പറഞ്ഞാൽ 46 ആണ്. സോ ഇപ്പോൾ കാണിക്കുന്ന ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. സോ അതിനകത്ത് പറയുന്നത് മിനിമം ടോട്ടലാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. സോ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ എത്ര 9ഉം 7ഉം ആണ് പറയുന്നത്. സോ 9 7ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 16 കിട്ടും. ഓക്കെ, എന്നിട്ട് ആ ഒരു കട്ട എന്ന് പറയുമ്പോൾ ഓൾറെഡി അതിനകത്ത് എത്ര പേരുണ്ട്? 6 ഉണ്ട്, 2 എ ബി, അപ്പം 8. സോ നമുക്ക് 8 ഉത്തരം കിട്ടും. നമുക്ക് ഇതിൻ്റെ ഉത്തരം അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് ഓൾറെഡി ഉണ്ടല്ലോ. സോ ഞാൻ പറയാം. സോ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് അല്ലേ തന്നിരിക്കുന്നത്. സോ ഞാൻ പറയാം, നമ്മുടെ ക്വസ്റ്റിന് പറയുന്ന വലിയ റാങ്ക് എത്താ 9. അതായത് 9ാമത്തെ പൊസിഷനിൽ വെച്ചിരിക്കുന്നു പറയുന്നത്. അതായത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ 9. സോ 9ാമതൊരു കൊച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തായാലും ഒരു 9 കസേര വേണമല്ലോ. അപ്പം ഇവിടെ 8 നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്ന കസേരയുടെ എണ്ണം. അപ്പോൾ നമ്മൾ ചെയ്തത് തെറ്റാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റിന് പറയുന്ന വലിയ റാങ്ക് നമ്മുടെ ഉത്തരത്തിൽ നിന്നും കുറഞ്ഞു നിൽക്കാൻ പാടില്ല. ക്വസ്റ്റിന് പറയുന്ന വലിയ റാങ്ക് നമ്മുടെ ഉത്തരത്തിൽ നിന്ന് കുറഞ്ഞു നിൽക്കാൻ ഒരിക്കലും പാടില്ല. സോ ഇവിടെ അങ്ങനെ വന്നതുകൊണ്ട് അവർ ചോദിച്ചിരിക്കുന്ന മിനിമം ആണ്. സോ മിനിമം ടോട്ടലാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും മാക്സിമം ടോട്ടൽ കണ്ടുപിടിച്ചാൽ മതി. മിനിമം ടോട്ടൽ നേരെ മറിച്ച് മാക്സിമം ടോട്ടലായി മാറും. സോ ഇപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെയായി? അപ്പോൾ മാക്സിമം ടോട്ടൽ എന്താണ്? നമ്മുടെ വിത്തൗട്ട് ഓവർലാപ്പിംഗ്. സോ 9 ഓൾറെഡി ഉണ്ട്, 7 അപ്പുറത്തുണ്ട്, ഇടയിൽ 6 എല്ലാവിടെ കൂട്ടുക. അപ്പോൾ നമുക്ക്
കിട്ടും 22. സോ 22 ആണ് നമ്മുടെ ആൻസർ.